പക്ഷെ ആശങ്കാജനകമാണ് സാഹചര്യം. കാരണം പരിക്ക് അത്രത്തോളം ഗുരുതരമാണ്. ഈ കോൺക്രീറ്റ് ഇതുവരെ പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അവരെ പുറത്തേക്ക് എത്തിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പൊ അത് തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബിജുവിനെ സംബന്ധിച്ച് ബിജുവിന് ഏതാണ്ട് ഒരു മണിക്കൂറോളമായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള പ്രതികരണമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സന്ധ്യ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് വരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണമില്ല. അപ്പം അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ആശങ്ക ഇപ്പോഴും ഉണ്ട്. പക്ഷെ പരമാവധി വേഗത്തിൽ ഇവരെ പുറത്തേക്ക് എത്തിച്ച് ചികിത്സ നൽകുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകരുടെ മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി സംവിധാനങ്ങൾ എത്തിച്ച ഈ കോൺക്രീറ്റ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ സത്യൻ പറഞ്ഞതനുസരിച്ച് ഈ കട്ടിലിന്റെ മുകളിലേക്ക് വലിയ കോൺക്രീറ്റ് പാളി അടർന്നു വീണിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് ഇവർ പെട്ടിരിക്കുന്നത്. അപ്പം ആ കോൺക്രീറ്റ് പാളി മുകളിൽ നിന്ന് പൊളിച്ചു നീക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് നീക്കുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 30% ഈ കോൺക്രീറ്റ് നീക്കം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ മണ്ണിടിച്ച ഭാഗത്തേക്ക് എത്താൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം തരണം ചെയ്താണ് രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പൊ സത്യൻ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ വീട് ഏതാണ്ട് അവിടെ നിന്ന് നിരങ്ങി നീങ്ങി പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് മണ്ണിടിഞ്ഞ് ആ മണ്ണിനൊപ്പം ഈ വീട് അപ്പാടെ ഏതാണ്ട് ഒഴുകി മാറുന്ന തരത്തിൽ മാറിപ്പോയിട്ടുണ്ട്. ഏതാണ്ട് 100 മീറ്ററോളം മാറി എന്നുള്ളതാണ്. അപ്പം ഈ കോൺക്രീറ്റ് കെട്ടിടമായതുകൊണ്ടാണ് അത്തരമൊരു കാര്യമുണ്ടായത്. അപ്പം ആ കോൺക്രീറ്റ് പാളികൾ പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിനുള്ള മുന്നിലുള്ള ഒരു മാർഗം. അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ അവരെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പുറത്തെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുറത്തെടുത്താൽ തന്നെ അവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാകണമെങ്കിൽ പിന്നെയും 1 മണിക്കൂർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.